അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ഭാര്യമാർ, അവിടുത്തെ മക്കള്, സുഹദാക്കള്, സ്വഹാബത്ത്, താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹഫീദീങ്ങള്, ആലിമീങ്ങള്, ആബിദീങ്ങള്, സ്വാലിഹീങ്ങള്, നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, നിന്റെ മക്കള്, നിന്റെ കൂടപ്പിറപ്പ്, നിന്റെ ഭാര്യ, നിന്റെ കുടുംബക്കാര്, നിന്റെ നാട്ടുകാര്, നിന്റെ കൂട്ടുകാര്, നിന്റെ അയൽവാസികള്, കോടാനി 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 വരുന്ന ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുന്ന ദിവസത്തില് വിളിക്കുന്നു, വാടാ ചങ്ങാതി, വാടാ ചെറുപ്പക്കാരാ, വാമോളെ. ഇന്നവിടെ നിന്ന് വെയിൽ കൊള്ളേണ്ടവരല്ല, ഇന്നവിടെ നിന്ന് പ്രയാസപ്പെടേണ്ടവരല്ല. നിങ്ങൾക്ക് ഇന്നൊരു സ്ഥാനമുണ്ട്, ഇന്ന് നിങ്ങൾക്ക് ഈ സ്റ്റേജിനകത്തൊരു സ്ഥാനമുണ്ട്. അല്ലാഹുവിന്റെ അർശിന്റെ താഴെ ഒരുക്കി വച്ചിരിക്കുന്ന മജ്‌ലിസ് ഉണ്ടല്ലോ, അവിടെ അല്ലാഹു ഒരു സ്ഥാനം കൊടുക്കുകയാ. ആർക്കാണെന്നറിയുമോ? പള്ളി കെട്ടിക്കൊടുത്തവനല്ല, ഹജ്ജ് ചെയ്തവനല്ല, നോമ്പ് പിടിച്ചവനല്ല, സദഖ കൊടുത്തവനല്ല, പിന്നെ ആർക്കെന്നറിയുമോ? അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാർ, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാർ. മോനെ, നിസ്കരിച്ചോടാ, നോമ്പ് പിടിച്ചോ, ഖുർആൻ ഓതിയോ, എന്റെ ഇന്ന് സുബഹിക്ക് നീ പള്ളിയിൽ വന്നില്ലല്ലോ, കണ്ടില്ലല്ലോ, എന്തു പറ്റി? നാളെ വരണം, നാളെ വരണം. ഒരു തെറ്റ് ചെയ്യുന്ന കൂട്ടുകാരനോട് പറഞ്ഞു, ഇത് പാപമാ, ചെയ്യാൻ പാടില്ല, ഇത് ചെയ്താ ഇനി ഞാനും നീയും തമ്മിൽ ബന്ധമില്ല. ഒരു വട്ടം പറഞ്ഞു, രണ്ടു വട്ടം പറഞ്ഞു, മൂന്ന് വട്ടം പറഞ്ഞു. എന്നിട്ടും കൂട്ടുകാരൻ തെറ്റ് ചെയ്യുമ്പോ അസ്സലാമു അലൈക്കും, നീയും ഞാനും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞു. നിന്നോടുള്ള ദേഷ്യമല്ല, നീ ചെയ്യുന്ന പാപത്തിനോടുള്ള ദേഷ്യം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്ക്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചാൽ നാളെ അർശിന്റെ താഴെ അള്ളാഹു നിനക്കൊരു സ്ഥാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്ക്, അള്ളാഹുവിന് വേണ്ടി പിണങ്ങ്, നല്ല കൂട്ടുകാരാക്, കള്ളത്തരവും തരികിടയും മോശമായ പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്ക്, നല്ല ഫ്രണ്ട്സുകളാക്. ആണുങ്ങൾ ആണുങ്ങളുമായി കൂട്ടുകൂട്, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുമായി കൂട്ടുകൂട്. അല്ലാതെ ബോയ് ഫ്രണ്ടുമില്ല, ഗേൾ ഫ്രണ്ടുമില്ല. എല്ലാവരും കൂട്ടുകാരാക്. ഞാൻ പറയുന്നത് നല്ല കൂട്ടുകാരാകണം. നമുക്കൊക്കെ കൂട്ടുകാരുണ്ട് അല്ലേ വാപ്പ? വാപ്പയ്ക്ക് ഇപ്പോഴും കൂട്ടുകാരനില്ലേ? എടാ, സ്കൂളിൽ പഠിക്കണ ചെറുപ്പക്കാരനോ ആണിനും പെണ്ണിനും 15, 20, 25 വയസ്സുള്ളവർക്ക് മാത്രമല്ല കൂട്ടുകാര്. CC അടഞ്ഞ് തീരാറായ വാപ്പായ്ക്ക് ഇപ്പൊ കൂട്ടുകാരുണ്ട്. വാപ്പായ്ക്ക് ഇപ്പം ഫ്രണ്ട് ഉണ്ട്, വാപ്പായ്ക്ക് ഫേസ്ബുക്ക് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ചാറ്റിംഗ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ആരെയാ ചാറ്റ് എന്നറിയോ? 1992 സ്കൂളിൽ പഠിച്ച 10ാം ക്ലാസ്സിൽ പഠിച്ച ആമിനായെ വാപ്പ ഇപ്പൊ ചാറ്റിക്കൊണ്ടിരിക്കുക. ഉമ്മ ഇപ്പൊ ചാറ്റുന്നതാരാ? 1995 സ്കൂളിൽ പഠിച്ച അബൂബക്കറിന് ഇപ്പം പടച്ചവന് പ്രായമായി 45ആയി. ഇപ്പോഴും ഉമ്മ സ്കൂൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പിലൂടെ ചാറ്റിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാത്തിനും ഗ്രൂപ്പല്ലേ ഇപ്പം. ഹജ്ജിന് പോയിട്ട് വന്ന ഗ്രൂപ്പ്, ഉംറയ്ക്ക് പോയിട്ട് വന്ന ഗ്രൂപ്പ്, സിയാറത്തിന് പോയിട്ട് വന്ന ഗ്രൂപ്പ്, മഹല്ല് ഗ്രൂപ്പ്, കുടുംബ ഗ്രൂപ്പ്, എന്നിട്ട് എല്ലാം കൂടെ കടന്ന ഗ്രൂപ്പ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നാ വാപ്പാ, നീ എന്തേ പണ്ട് ആമിനായെ കണ്ടപ്പോ നീ മിണ്ടുവായിരുന്നു? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 1990 പഠിച്ചിരുന്ന കാലത്ത് ഈ ആമിന നിന്റെ മുമ്പിൽ തലേ തുണിയിടാതെ വരുവോ? നിന്റെ അടുത്ത് സംസാരിക്കാൻ വരുവോ? ഇല്ല. അള്ളാനെ പേടിയുണ്ടായിരുന്നു ആമിനായിക്ക്. നിനക്കോ അതിനേക്കാളും പേടി. എന്തൊരു പാപമായിരുന്നു. ഇപ്പോഴോ ആമിന ഉമ്മുമ്മയായി. ഉമ്മുമ്മ ഫോൺ എടുത്ത് വെച്ചിട്ട് ഇപ്പൊ പറയാ, നീ അന്ന് ബാഗും തൂക്കി വരുന്നത് കാണാൻ എന്തൊരു രസമായിരുന്നടി. പരസ്പരം പ്രായമുള്ളവര്. എന്നാലോചിച്ച് നോക്കിക്കേ. അള്ളാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടും, നല്ല ഫ്രണ്ട്സുകളാകെ. നാളെ വെള്ളിയാഴ്ചയാ, ജുമയ്ക്ക് പള്ളിയിൽ പോകുമ്പോൾ ഒരു നല്ല കൂട്ടുകാരനെ പള്ളിയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഇന്ന് വഅദിന്റെ മജ്‌ലിസ് അല്ലേ? ഇവിടെ നിറങ്ങി പോകുമ്പോൾ ഒരു നല്ല കൂട്ടുകാരനെ നീ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്ക്. ഈ ബന്ധം നിലനിൽക്കും, ഈ ബന്ധം നിലനിൽക്കും. നാളെ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഫ്രണ്ട് പറയണം, നീ നല്ലവനായിരുന്നു എന്ന്. അള്ളാഹു അങ്ങനെയുള്ള ഒരു ഫ്രണ്ടിനെ എനിക്ക് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നല്ല ഒരു സുഹൃത്തിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാ ഞാനും ഇന്ന് ആഗ്രഹിക്കുന്നത്. റഫീഖുമായിട്ട് നല്ല ബന്ധമുണ്ട്. എൻ്റെ പിതാവിൻ്റെ ആണ്ടായിട്ട് പോലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർ അത്രയ്ക്ക് എനിക്ക് തോന്നുന്നു തങ്ങളുമായിട്ട് അത്രയ്ക്ക് ഒരു ബന്ധം റഫീഖിനുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ചിന്തിച്ചു, ഈ നാട്ടുകാരനാണോ അതോ അവിടുത്തെ വീടാണോ? റഫീഖിന് ഈ നാടുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ചുമ്മാ അതല്ല, അത്രയ്ക്കും വിളിയായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ, അള്ളാഹു ബന്ധങ്ങളൊക്കെ നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഒന്നാമതായിട്ട് ഒരു നല്ല ഫ്രണ്ടിനെ തിരഞ്ഞെടുത്ത് ഓൻ എന്ത് കൊടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, അള്ളാഹുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നല്ലത് പറഞ്ഞാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.
ഉറക്കപ്പറ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. വിശദീകരിക്കുന്നില്ല. 2 ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു ലത്തീഫ് എന്താണ് ഫാനൊന്ന് ഇച്ചിരി പൊക്കി വെച്ചാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ബോറടിക്കുന്നുണ്ടാ? ബോറടിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കണം, ഞാൻ എപ്പോഴും നിർത്തിയേക്കാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ മജ്‌ലിസ് കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിൻ്റെ 5ാമത്തെ ഖലീഫയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ മനോഹരമായ ചരിത്രമാണ്. കരയാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായി തന്റെ മരണമെടുത്തെന്ന് മനസ്സിലായപ്പോൾ, അങ്ങനെ നല്ലവർക്ക് അങ്ങനെ മരണമൊക്കെ മനസ്സിലാകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ടാണ് മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിനെ നിങ്ങൾക്ക് അറിയുമല്ലോ. എന്തിനാ അനക്കര ഇവിടെ അല്ലേ കോയക്കുട്ടി ഉസ്താദിനൊക്കെ അറിയുന്നവരല്ലേ. അള്ളാഹു അവരുടെ ബർസഖിയായ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവർക്കൊക്കെ മനസ്സിലായവരാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്ക് തന്റെ മരണം അടുത്തു എന്ന് മനസ്സിലാകുമ്പോ കുളിച്ച് റെഡിയായി റൂമിനകത്ത് കയറി ചെന്ന് കിടന്നു. തന്റെ ഭാര്യയായ ഫാത്തിമയെ വിളിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ തന്റെ ഭാര്യ ഫാത്തിമയെ വിളിച്ചു. എന്നിട്ട് ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, എന്റെ മരണം അടുത്തിരിക്കുന്നു. ഫാത്തിമയ്ക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങൾ കൊടുത്തു, യാത്ര പറഞ്ഞു, പൊരുത്തം ചോദിച്ചു. എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ എന്ന ഭാര്യയോട് പറഞ്ഞു, ഇനി റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. അപ്പൊ ഫാത്തിമ ചോദിച്ചു, ഈ അവസാന സമയം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമാണല്ലോ. നിങ്ങളുടെ മരണമെടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് അവസാന സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമാണല്ലോ. എന്തിനാണ് എന്നെ റൂമിന്റെ പുറത്തിറക്കുന്നത് എന്ന് ഫാത്തിമ എന്ന ഭാര്യ ചോദിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, ഇന്നി അറാ ഖലഖ ലൈസൂ ബി ഉനാസിൻ വലാ ജാൻ. ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു. ഫാത്തിമ, എന്നെ കാണാൻ അതിഥികൾ വരികയാണ്, എന്നെ കാണാൻ അതിഥികൾ വരുന്നു. ഫാത്തിമ, അതുകൊണ്ട് നീ റൂമിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് വാതിലടക്കി എന്റെ കൂടെ നിൽക്കല്ലേ. ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യയോട് പറയുമ്പോ ഭർത്താവ് പറയുകയാണ്, മനസ്സില്ല മനസ്സോടെ വെളിയിലേക്ക് ഇറങ്ങി വാതിലടയ്ക്കുകയാണ്. കുറച്ചു സമയം കഴിയുമ്പോ ഫാത്തിമയ്ക്ക് സമാധാനമില്ല. തന്റെ ഭർത്താവിനെ കാണാൻ ആരാ വരുന്നത്? ഒളിഞ്ഞു നോക്കുകയാണ്. വാതിലിന്റെ പഴുവിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ ഫാത്തിമ കേൾക്കുകയാ, അസ്സലാമു അലൈക യാ അസ്റായീൽ. തന്റെ ഭർത്താവ് അസ്റായിലിനോട് സലാം പറയുകയാണ്. അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിലിനോട് സലാം പറയുകയാണ്. ഭാര്യ അത്ഭുതത്തോടെ നോക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അസ്റായിലിനോട് സലാം പറയുന്നു, അവിടുന്ന് സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞ് ഫാത്തിമ എന്ന ഭാര്യ നോക്കുമ്പോ ഭർത്താവ് ഖുർആൻ ഓതുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുകയാ. ഏത് ആയത്താ ഓതിയതെന്നറിയുമോ? തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ.
തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അസ്റായിൽ എന്ന് പറയുന്ന മലക്കിനോട് സലാം പറഞ്ഞിട്ട് അവിടുന്ന് ഖുർആനിലെ സൂറത്തിൽ അതാ ഖുർആനിലെ ആയത്ത് ഓതുകയാണ്. തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. ഖുർആനിലെ ആയത്ത് ഓതി അത് കഴിയുമ്പോ തന്റെ ഭാര്യ നോക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ അനക്കമില്ലടോ. റൂമിനകത്ത് നിന്നൊരനക്കവുമില്ല. ഭാര്യ വാതിൽ തുറന്ന് ഓടിച്ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ്. റബ്ബേ, മരണവാർത്ത പടരുകയാ. എല്ലാവരും ഓടിക്കൂടുകയാണ്. വരുന്നവര് മുഴുവനും പറയുന്നു എന്തൊരു സുഗന്ധമാണ്. മയ്യത്ത് കുളിപ്പിച്ചവരും മയ്യത്ത് പൊതിഞ്ഞവരും മയ്യത്ത് ചുമന്നവരും ഖബറടക്കിയവരും എല്ലാവരും പറയുന്നു വല്ലാത്ത സുഗന്ധമാ, വല്ലാത്ത സുഗന്ധമാ. എന്തൊരു മരണമാണ്. അസ്റായിലിനോട് സലാം പറഞ്ഞു. ഖുർആനിലെ ആയത്ത് ഓതി ശഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് മരിച്ചത്. മരണവീട് മുഴുവനും ചർച്ചയാണ്. അവസാനം ജനാസ ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് ചെന്നു. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. ജനാസ ഖബറടക്കി കഴിയുമ്പോ പള്ളിയിൽ വന്നവര് മുഴുവനും പറയുകയാ വല്ലാത്ത ഒരു മരണമാണ്. ഒരാളല്ലടോ പറയുന്നത്, മയ്യത്ത് നിസ്കരിക്കാൻ വന്നവര് മുഴുവനും പറയുകയാണ്. അസ്റായിലിനോട് സലാം പറഞ്ഞു. ഖുർആനിലെ ആയത്ത് ഓതി പടച്ചവനെ സകാദത്ത് കലിമ പറഞ്ഞു. ശരീരം മുഴുവനും സുഗന്ധമായിരുന്നു, മുഖത്ത് പ്രകാശമായിരുന്നു, ചുണ്ടില് പുഞ്ചിരിയായിരുന്നു. നല്ല മരണമാണ് ലഭിച്ചത്. വന്നവര് മുഴുവനും പള്ളിയിൽ നിന്ന് പറയുമ്പോ എല്ലാവരും നടക്കുകയാ അവരവരുടെ വീടുകളിലേക്കല്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ജനങ്ങൾ മുഴുവനും പോവുകയാണ്. ജനങ്ങൾ മുഴുവനും അതുപോലെ തിരിച്ചു പോവുകയാണ്. അതാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ചെന്നിട്ട് അവര് വിളിക്കുന്നു, ഫാത്തിമ, നീ സങ്കടത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം. ഫാത്തിമ, നിന്റെ ഭർത്താവ് മരണപ്പെട്ടതിന്റെ വേദനയിലാണ്. നീ തൈലാണെന്ന് ഞങ്ങൾക്കറിയാം. ഫാത്തിമ, നിന്നെ സങ്കടപ്പെടുത്താൻ വന്നതല്ല, നിന്നെ പ്രയാസപ്പെടുത്താൻ വന്നതല്ല. ഞങ്ങൾക്ക് ഒരേ ഒരു കാര്യം അറിയണം ഫാത്തിമ. ഞങ്ങൾക്കറിയേണ്ടത് എന്തെന്നറിയുവോ? നിന്റെ ഭർത്താവ് മരിച്ചത് അസ്റായിലിനോട് സലാം പറഞ്ഞിട്ടാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് വൽആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമെന്നുള്ള ഖുർആനിലെ ആയത്ത് ഓതിയല്ലോ. പടച്ചവനെ സകാദത്ത് കലിമ പറഞ്ഞല്ലോ. അതാതിന്റെ ഭർത്താവിന്റെ ശരീരം മുഴുവനും സുഗന്ധമായിരുന്നു. എങ്ങനെയാ ഫാത്തിമ നിന്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു മരണം അല്ലാഹു കൊടുത്തത്? ഞങ്ങൾക്കും വേണം ഫാത്തിമ. നിന്റെ ഭർത്താവ് മരിച്ചതുപോലെ ഒരു മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ. അതുകൊണ്ടാണ് ജനാസ ഖബറടക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും നിന്റെ വീടിന്റെ മുറ്റത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മോളെ ഫാത്തിമ, നിന്റെ ഭർത്താവ് ചെയ്ത നന്മ എന്താ? എന്തോ ഒരു നന്മ നിന്റെ ഭർത്താവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു ഇങ്ങനെ ഒരു മരണം കൊടുത്തത്. ഒന്ന് പറഞ്ഞു തരുമോ ഫാത്തിമ?
നാട്ടുകാര് മുഴുവനും ചെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ എന്ന ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സരിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. ഒരു ഭാര്യ പറയുകയാണ്, ഭർത്താവിന്റെ ജനാസ കബറടക്കിയിട്ട് ജനങ്ങൾ മുഴുവനും ചെന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ ഭർത്താവിന് അല്ലാഹു ഒരു നല്ല മരണം കൊടുത്തല്ലോ, അതിന്റെ കാരണം എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഞങ്ങൾക്കും അതുപോലെ ഒരു മരണം വേണം ഫാത്തിമ. ആ സമയത്ത് ഭാര്യ പറയുന്ന മറുപടിയാണ്, എന്റെ ഭർത്താവ് ജനങ്ങളിൽ ഒരുപാട് നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് സൽക്കർമ്മം ചെയ്യുന്ന മനുഷ്യനായിരുന്നു എന്നൊന്നും ഞാൻ പറയില്ല. എന്റെ ഭർത്താവ് ഇവിടത്തെ ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു, നമസ്കരിക്കുമായിരുന്നു, ഖുർആൻ ഓതുമായിരുന്നു, നോമ്പ് പിടിക്കുമായിരുന്നു എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. പിന്നെ തന്റെ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഒരു ഭാര്യ പറയുകയാ, ഭർത്താവിന്റെ ജനാസ കബറടക്കിയിട്ട് വീട്ടിൽ വന്നിട്ട് നിന്റെ ഭർത്താവ് ആരായിരുന്നു എന്ന് ചോദിച്ചപ്പോ ഒരു ഭാര്യ പറഞ്ഞ മറുപടിയാണ്, ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, പടച്ച റബ്ബിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് പറയുകയാ, ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഇന്നുവരെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള വേറെ ഒരാള്, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച വേറെ ഒരു മനുഷ്യനെ വല്ലാഹി ഞാൻ കണ്ടിട്ടില്ല. ഭാര്യ പറയുകയാ, ഉദാഹരണം പറഞ്ഞത് എന്തെന്നറിയുമോ? റുബമാ യദ്കുറുല്ലാഹ ഫിൽ ലൈൽ യദ്കുറുല്ലാഹ സുമ്മ യബ്കി ഹത്താ യുസ്ബിഹ. ഭാര്യ പറയുകയാണ്, ഒരു ദിവസം ഞാനും എന്റെ ഭർത്താവും കിടപ്പറയിൽ കിടക്കുമ്പോ, ഞങ്ങൾ രണ്ടുപേരും മണിയറയിൽ കിടക്കുമ്പോ ഞാൻ അല്ലാഹ് എന്നൊന്ന് പറഞ്ഞു, അല്ലാഹുടെ പേരെന്ന് പറഞ്ഞു, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയുകയാ. നരകം പറഞ്ഞപ്പോഴല്ല, മരണം പറഞ്ഞപ്പോഴല്ല, ഖബറ് പറഞ്ഞപ്പോഴല്ല, മസറ പറഞ്ഞപ്പോഴല്ല, അല്ലാഹ് എന്ന് പറഞ്ഞപ്പോ സുമ്മ യബ്കി. എന്റെ ഭർത്താവിരുന്ന് കരയുകയാ. ഇത് തന്നെയാ അള്ളയും പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹു പറയുകയാ, ആരാ മുഅ്മിനെന്നറിയുമോ? ആരാണ് പടച്ചവനെ മുഅ്മിനെന്നറിയുമോ? ഒരു സത്യവിശ്വാസി ആരെന്നറിയുമോ? അവന്റെ മുമ്പിലെങ്ങാണം അല്ലാഹ് എന്ന് പറഞ്ഞ, അല്ലാഹ് എന്ന് പറഞ്ഞ വജിലത്ത് ഖുലൂബുഹും, അവന്റെ ഹൃദയം കിടുങ്ങുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവന്റെ കണ്ടടങ്ങൾ നിറയുകയാണ്, ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഓർമ്മ വരികയാണ്, പടച്ച റബ്ബിലേക്ക് അവൻ ഏറ്റു പറയുകയാണ്, അവന് പശ്ചാത്തപിച്ച് മടങ്ങുമെന്ന് ഖുർആൻ പറയുമ്പോ ഒരു ഭാര്യ പറയുകയാ, ഞാൻ എന്റെ ബെഡ്റൂമിനകത്തിരുന്നിട്ട് അല്ലാഹ് എന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയുകയാ. ഏതുവരെയെന്നറിയുമോ?
ഏതുവരെയും അറിയുമോ? വെളുപ്പാങ്കാലം വരെ കിടപ്പറയിലിരുന്നിട്ട് എന്റെ ഭർത്താവ് കരയുകയാ. കാരണം അല്ലാഹനെ വല്ലാത്ത പേടിയായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ പടച്ചവനെ വല്ലാത്ത പേടിയാ. ഖുർആൻ ഓതിയിട്ട് കരയുമായിരുന്നു ചെറുപ്പക്കാരാ. മോനെ ഖുർആൻ ഓതിയിട്ട് കരയുമായിരുന്നു. പടച്ചവനെ ചാട്ടമാറ കൊണ്ട് റൂമിനകത്ത് കയറിയിട്ട് സ്വന്തമായിട്ട് വിചാരണ ചെയ്യുമായിരുന്നു. കബറങ്കാട്ടിൽ പോയിരുന്ന് കരയുമായിരുന്നു. നീ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. ഒരു ജനാസ കബറടക്കാൻ പോയതാണ്. ജനാസ കബറടക്കി കഴിഞ്ഞപ്പോ ജനങ്ങൾ മടങ്ങുകയാ, ജനങ്ങൾ പോവുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാ. വരുന്നില്ലേ തങ്ങള്? എന്തിനാണ് ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? നിങ്ങളെല്ലാവരും പൊക്കോ. ജനാസ കുളിപ്പിച്ചല്ലോ, കഫൻ പൊതിഞ്ഞല്ലോ, നിസ്കരിച്ചല്ലോ, കബറടക്കിയല്ലോ. എന്തിനാണ് ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു എല്ലാവരോടും പോകാൻ. ജനങ്ങളെല്ലാവരും മടങ്ങിപ്പോയപ്പോ എന്ത് ചെയ്തെന്നറിയുമോ? ഒരു കബറിന്റെ ചാരത്ത് പോവുകയാ. ഒരു കബറിന്റെ ചാരത്ത് പോവുകയാ. അടുത്ത് പോയിട്ടിരുന്നടോ. ഒരു കബറിന്റെ പരിസരത്ത് പോയിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. ഒന്നും മിണ്ടുന്നില്ല, ഒരു വാക്ക് പോലും പറയുന്നില്ല. കബറിന്റെ ചാരത്തിരുന്ന് കരഞ്ഞപ്പോ കബർ ചോദിച്ചു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഒരുപാട് നേരമായല്ലോ, മിണ്ടാതെ ഇരുന്ന് കരയുന്നല്ലോ, എന്നോടൊന്നും ചോദിക്കാനില്ലേ? ചോദിച്ചത് കബറാവാപ്പാ. ചെറുപ്പക്കാരൻ ചോദിക്കും, സിറാജ് ഉസ്താദ് ഖബർ സംസാരിക്കുമോ ഉസ്താദ്? സംസാരിക്കും ചെറുപ്പക്കാരാ. നിനക്ക് നാവുള്ളതുപോലെ പെങ്ങളെ, നിനക്ക് നാവുള്ളതുപോലെ ഖബറിന് നാവുണ്ട് പെണ്ണേ. ഖബർ സംസാരിക്കുന്നുണ്ട്. ആരോടാണെന്നറിയുമോ? അതിന്റെ ചാരത്ത് പോകുന്നവരോട്, ആ ഖബറിന്റെ പരിസരത്ത് പോകുന്നവരോട്. അതാ ഖബർ സംസാരിക്കുകയാണ്. നിനക്ക് കേൾക്കാൻ സമയമില്ല. നീ ചിരിക്കുന്നത് അവിടെ നിന്നാണ്, നീ തമാശ പറയുന്നത് അവിടെ നിന്നാണ്, നീ ഫോൺ വിളിക്കുന്നത് ഖബറിന്റെ ചാരത്ത് നിന്നാണ്. നിനക്ക് ആ ഖബറിനെ കുറിച്ചറിവില്ല, നിനക്ക് ആ ഖബറിനെ കുറിച്ചറിയില്ല. എന്നാ ഖബർ എന്താണെന്നറിയുമോ? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരമാ മളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ. എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്. ഖബറെന്ന് പറയുന്നത് കേട്ടാ പേടിക്കണം പെങ്ങള്, കരയണം ചെറുപ്പക്കാരാ. ഖബർ കണ്ടാ കരയണേ മോനെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഖബർ കണ്ടപ്പോ നീ കരഞ്ഞിട്ടുണ്ടോ? ഖബർ കുഴിക്കുന്നവൻ പോലും കരയാറില്ല. ഖബർ കുഴിക്കുന്നവൻ പോലും കരയാറില്ല. ഞാൻ നിസാരമാക്കിയതല്ല. ഖബർ കുഴിക്കുന്നവനും മുണ്ട് മടക്കി കുത്തി വീടി വലിച്ച തമാശ പറഞ്ഞിട്ടാ ഖബർ കുഴിക്കുന്നത്. ഖബർ കുഴിക്കുന്നവന് കരയുകയില്ല, മണ്ണ് വെട്ടിക്കോരുന്നവന് കരയുകയില്ല, ഖബറിൽ ജനാസ വെക്കുന്നവന് കരയാറില്ല, പലക നിരത്തുന്നവന് കരയാറില്ല, മണ്ണ് വെട്ടിയിടുന്നവനും കരയാറില്ല, സിയാറത്തിന് പോകുന്നവനും കരയാറില്ല. എന്തുകൊണ്ടെന്നറിയുമോ? തമാശ പറയുന്നത്, ചിരിക്കുന്നത് എന്തേ കാരണമെന്നറിയുമോ? നിനക്കറിയാനിട്ടാ. ഖബറിനെ കുറിച്ചറിയാനിട്ടാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയുമോ? ലൗലം യഅലം
يعلم ما يأتيه بعد الموت ما أكل أكلا ولا شرب شربا إلا وهو يبكي ويضرب على صدري. ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെങ്ങാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിലോ ചിരിയില്ല, കളിയില്ല, തമാശയില്ല, ആസ്വാദനമില്ല. മോനെ കഴിക്കാൻ ഭക്ഷണമെടുത്താ വയദിരിബു അലാ സ്വദിരി നെഞ്ചത്തടിച്ച് കരയുമായിരുന്നു, നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവുമായിരുന്നു. അല്ലാഹുവേ, ഖബറെന്ന് പറഞ്ഞാൽ അതാ നാദാ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ പലരും ഖബറിനകത്താണ് റബ്ബേ. അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല അല്ലാ, നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, അവരോട് കരുണ കാണിക്കണേ അല്ലാ, അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. പടച്ചറബേ, ഞങ്ങളും ഒരു ദിവസം മരണപ്പെട്ട് ആ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് പോകേണ്ടവരാണ് നാഥാ. പടച്ചറബേ, ആ ഖബർ വെളിച്ചമാക്കണേ അല്ലാ. പടച്ചവനെ, നിങ്ങളുടെ പള്ളിയുടെ ഒരു വരുമാനത്തിന് വേണ്ടി ഈ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഒരു ആഡിറ്റോറിയം പണിയാൻ ആഗ്രഹിക്കുന്നത്. പടച്ചവനെ, അത് പള്ളിക്ക് വേണ്ടിയാണ്, അത് പള്ളിക്ക് വേണ്ടിയാണ്. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. ഈ സദക്ക കൊടുക്കുന്നത് കൊണ്ട് അള്ളാന് നിന്റെ പൈസയൊന്നും വേണ്ട, കൊടുത്ത പ്രയോജനം നിനക്ക് തന്നെയാണ്, നിനക്ക് തന്നെയാണ് നേട്ടമുള്ളത്. മോനെ, അതാ രോഗങ്ങൾ പടരുന്ന കാലമാണ്. ഒരു കുടുംബത്തിൽ ഒരു ക്യാൻസർ രോഗിയുള്ള കാലമാ. റഫീഖ് തന്നെ ഇവിടെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയല്ലോ. പഠിച്ചവരെ, നിങ്ങൾ സാക്ഷികളാണല്ലോ. ഓരോ രോഗികളെയില്ലേ, ക്യാൻസർ പിടിച്ചവരില്ലേ, കിഡ്നി രോഗം പിടിച്ചവരില്ലേ, ലിവർ മാറ്റിവെക്കുന്ന അവസ്ഥ വരുന്നവരില്ലേ, ശരീരം തളർന്നു കിടക്കുന്നവരില്ലേ, പനി പടരുന്നത് പോലെ മാരക രോഗങ്ങൾ പടരുന്ന കാലമാ. മോനെ, സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മതിയാകണമെന്നില്ല. അതുകൊണ്ട് പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി, പടച്ചവനെ, ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ഒരു നല്ല സദഖയെടുക്ക്, ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി കടന്നു വരികയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തിനു വേണ്ടി? നിങ്ങൾ ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസം. ഷഅബാൻ വിട പറയുകയാ. ഷഅബാൻ വിട പറഞ്ഞ് റമളാൻ വരുന്നു. റജബും ഷഅബാനും ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാ. നിങ്ങളുടെ മദ്രസയുടെ വരുമാനത്തിന് വേണ്ടിയാണ് സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈവച്ച്, എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈവച്ച് വെച്ചോ. കൈ പോക്കറ്റിൽ. ഞാൻ പൈസ എടുക്കാൻ പറഞ്ഞില്ല, വെക്കാനേ പറഞ്ഞുള്ളൂ. അല്ലാഹുവേ, ആ പോക്കറ്റ് നീ കാലിയാക്കല്ലേ റഹ്മാനെ. നിങ്ങളുടെ ഓരോരുത്തരുടെ മുമ്പിലും ഇങ്ങോട്ട് ഷേജിക്കാറങ്ങ എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈവച്ചിട്ട് ഒരു നല്ല സദക്ക എടുക്ക്. എന്നിട്ട് പറയണം, പടച്ചവനെ, എന്റെ വീട്ടിൽ വീടിയെടുക്കുന്ന അവസ്ഥ വരരുത്, എന്റെ വീട്ടിൽ വീടിയെടുക്കുന്ന അവസ്ഥ വരരുത്. രോഗം പിടിച്ച് കിടക്കുന്ന മനുഷ്യന്റെ വീടിയെടുത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഭാര്യയും മക്കളും കരഞ്ഞുകൊണ്ട് പറയുകയാ, സഹായിക്കണേ സഹായിക്കണേ എന്ന്. വീടിയെടുക്കുന്നത് നമ്മൾ കാണുന്നവരാ, നമ്മളും സഹായിക്കുന്നവരും ഷെയർ ചെയ്യുന്നവരുമാ. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ എന്റെ വീട്ടിൽ വരുത്തരുത്. എന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും മാരകമായ ഒരു രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ അല്ലാ, ഈ സദക്ക കൊണ്ട് നീ ശിഫയാക്കണം. അള്ളാന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്നാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു നല്ല സദക്ക എടുക്ക്. മസില് പിടിച്ചിരിക്കല്ലേ വാപ്പ, മസില് പിടിച്ചിരിക്കല്ലേ വാപ്പ. അള്ളാഹു തന്നിട്ട് കൊടുക്കാതെ ഇരിക്കരുത്. നിന്റെ വീടും നിന്റെ പറമ്പും സർവ്വതും പോയി അവസാനം ഇതുപോലെ ഒരവസ്ഥയെ പിരിവെടുക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ കയ്യിലുള്ള സദക്ക. എന്തേപ്പാ, അൽഹംദുലില്ലാ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ബക്കറ്റ് കൊണ്ടുപോകുന്നവർ ഇത്തിരി സ്പീഡ് കുറയ്ക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ആരെല്ലാം മനസ്സറിഞ്ഞു കൊണ്ടൊരു സദഖ കൊടുക്കുന്നുണ്ടോ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. ക്യാൻസർ പോലെ, ട്യൂമർ പോലെ അല്ലാഹുവേ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ, ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടോ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ ആരെല്ലാം മണ്ണിനടിയിലുണ്ടോ അവരുടെ ഖബറിനകത്ത് വെളിച്ചമാക്കണേ അല്ലാ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഖബറിനെ കുറിച്ച് പറഞ്ഞാ പേടിക്കണമെന്നാണ്, ഖബർ കണ്ടാ കരയണമെന്നാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്, ഖബറിന്റെ ചാരത്തിരുന്ന് കരയുമായിരുന്നു. അപ്പോഴാണ് ഖബർ ചോദിക്കുന്നത്, അറിയണോ എൻ്റെ അകത്ത് കിടക്കുന്ന മനുഷ്യനോട് ഞാൻ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു തരാൻ ഖബർ പറയുകയാണ്, മസഖത്തുൽ കുഫാൻ. ഖബറവിടെന്ന് പറയുകയാണ്, എങ്ങനെയാണ് ഞാൻ പെരുമാറുന്നതെന്ന് ഖബറങ്ങ് പറയാൻ തുടങ്ങുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, പറയല്ലേ. അത് കേൾക്കാനുള്ള ധൈര്യമില്ലാതെ ഖബറിന്റെ മുകളിലേക്ക് പിടഞ്ഞു വീഴുകയാണ്, ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുകയാണ്. ആ ഖബറിന്റെ മുകളിൽ കിടന്ന് കരഞ്ഞപ്പോഴാണ് ഖബർ പറഞ്ഞു കൊടുത്തത്, അല്ലദുല്ലുക അലാ അക്ഫാനി ലാ തുബ്ലാ. അതുകൊണ്ട് ആളുകൾ കാമെന്നവരോട് പറയുകയാണ്, മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് ചോദിച്ചു, ആയിഷ, നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? നിന്റെ ഭർത്താവിനെ കുറിച്ച് നീ എന്തു പറയുന്നു ആയിഷ? ആയിഷ ബീവി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? കാന ഖുലുഖുഹു ഖുർആൻ. എന്റെ ഭർത്താവ് ഖുർആനായിരുന്നു, എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആൻ പറഞ്ഞതുപോലെയായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നീ മരണപ്പെട്ടതിന് ശേഷം നീ നല്ലവനാണെന്ന് പറയേണ്ട രണ്ടാമത്തെ ആളാരാ? നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം നിങ്ങൾ നല്ലവനാണെന്ന് പറയേണ്ട രണ്ടാമത്തെ ആള് നാട്ടുകാരോ അയൽവാസികളോ ബന്ധുക്കളോ അല്ല, നിന്റെ കൂടെ കിടന്ന നിന്റെ ഭാര്യ പറയണം നീ നല്ലവനായിരുന്നു എന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ ഈമാൻ നൽകുമാറാകട്ടെ. ആര് പറയണം? ആര് പറയണം? നിങ്ങളുടെ നാവ് കൊണ്ട് പറ, ഞാനൊന്ന് കേൾക്കട്ടെ. ആര് പറയണം? നിങ്ങളുടെ ഭാര്യ പറയണം നീ നല്ലവനായിരുന്നു എന്ന്. പറയോ? ഓരോരുത്തരും സ്വന്തം ചിന്തിക്കും, ഞാൻ എൻ്റെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ കാര്യം. നമ്മുടെ ഭാര്യ പറയുമോ നമ്മൾ നല്ലവനായിരുന്നു എന്ന്? ഓള് ലോകത്താരെക്കുറിച്ച് പറഞ്ഞാലും നമ്മളെക്കുറിച്ച് പറയൂല. കാരണം നമ്മുടെ സ്വഭാവം അത്രയ്ക്കും നല്ലതാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പറയോ വാപ്പ? നീ സ്വന്തം കാര്യം നോക്ക്. നിന്റെ പെണ്ണും പിള്ള പറയുമോ നീ നല്ലവനായിരുന്നു? എവിടെന്ന് പറയാനാ? അല്ലേ? എവിടെന്ന് പറയാനാ? കാരണം അത്രയ്ക്കും നല്ല സ്വഭാവം. നീ നാട്ടുകാരുടെ മുമ്പിലൊക്കെ വലിയ കൊലകൊമ്പന. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ചില ഭർത്താക്കന്മാരുണ്ട് വീട്ടിൽ ചെന്നിട്ട് പെണ്ണുമ്പിള്ള എടുത്ത് പറയും, കേട്ടോടി ഉസ്താദ് പറഞ്ഞത്, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണം, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണം, എൻ്റെ മൂക്കിൽ നിന്ന് ചീഞ്ചല ഒഴുകി വന്നാൽ നീ തുടച്ചെടുക്കണം, നീ എനിക്ക് വേണ്ടി ജീവിക്കണം. അല്ലാഹു ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. അത്രയ്ക്കും വലിയ പവറാ എനിക്ക്. ആരാ പറയണേ? കഞ്ചാവ് അടിച്ച് കിടക്കുന്നവർ.
പള്ളിയിൽ പോലും വെള്ളിയാഴ്ച കയറാത്തവനാ പെണ്ണുമ്പള്ളി എടുത്ത് പോയിട്ട് പറയാ, നിനക്ക് സ്വർഗത്തിൽ പോണെങ്കിൽ എൻ്റെ പൊരുത്തം വേണം. എടാ നീ പോണോന്ന് അവള് തീരുമാനിക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭാര്യ ആയിഷ ബീവി, ഞാൻ ചരിത്രം പറഞ്ഞേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറയുകയാ, എൻ്റെ ഭർത്താവ് ആരെന്നറിയോ? അള്ളാനെ പേടിച്ചിട്ട് ജീവിച്ച മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ അള്ളാഹുവിനെ ഭയന്ന വേറൊരു മനുഷ്യനെ. ആയിഷ ബീവി റളിയല്ലാഹു തആല പറയുന്നു, എൻ്റെ ഭർത്താവ് ഖുർആനാ. ഖുർആൻ എന്താണോ പറഞ്ഞ അതുപോലെ. നിന്റെ ആമിൻ എന്ത് പറയും? നിന്റെ ആമിൻ എന്ത് പറയും? ഈ ഇരിക്കണ പെണ്ണുങ്ങൾക്ക് അള്ളാഹു ധരിക്കാൻ സ്വർണം കൊടുത്തു, ധരിക്കാൻ വസ്ത്രം കൊടുത്തു, കാറ് കൊടുത്തു, വീട് കൊടുത്തു, മക്കളെ കൊടുത്തു. അള്ളാഹു എല്ലാം പെങ്ങൾക്ക് കൊടുത്തു. ഇരിക്കണ സഹോദരിമാർക്ക് ഒന്നിനും കുറവില്ല അള്ളാഹ് അനുഗ്രഹിച്ചിട്ട്. അള്ളാഹ് എല്ലാം വാരിക്കോരി കൊടുത്തു. എന്നിട്ടും ചോദിക്കുന്നു, എന്തേ ആമിനാത്ത മുഖത്തൊരു സന്തോഷമില്ലാത്തത്? കെട്ടിയ ഭർത്താവ് മാത്രം നേരെയായില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ പെങ്ങൾക്ക് ആകെ ഉള്ള പരാതി ഏതാ പരാതി? ഭർത്താവ് മാത്രം. പുതിയ ഇവിടെ എന്താ പറയാ? ഭർത്താവെന്ന് പുതിയ അപ്പോൾ എന്താ പറയാ? ഭർത്താവിനെ ഭാര്യ എന്താ വിളിക്കുക? ഇവിടെ എന്താ നിങ്ങൾ ഇവിടെ എന്താ വിളിക്കുക? ഞാൻ ചോദിക്കാനുള്ള കാരണം, ഞാനൊരു വീട്ടിൽ പോയപ്പോ ഭർത്താവിനെ ഭാര്യയെ വിളിക്കുക, എടാ അതിങ്ങെടുക്കടാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാലം അങ്ങനെ ആയിപ്പോയി. ഇന്ന് ഭർത്താവിനെ ഭാര്യ വിളിക്കുന്നത് എടാന്ന. ചിലയിടത്ത് പേര് വിളിക്കാറില്ലേ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? പെണ്ണുങ്ങൾ ഭർത്താവിന്റെ പേര് വിളിക്കാറില്ലേ? അല്ലേ? അതൊക്കെ ഇന്ന് ട്രെൻഡായി മാറിയിരിക്കുക. എടാന്ന് വിളിക്കുക, പേര് വിളിക്കുക. പാപ്പാൻ എന്താ വിളിക്കണത്? പേരാ? എടോ, വാപ്പായ്ക്കൊരു സ്ഥാനമുണ്ട്, ഉമ്മയ്ക്കൊരു സ്ഥാനമുണ്ട്, ഭർത്താവിനൊരു സ്ഥാനമുണ്ട്, ഗുരുനാഥനൊരു സ്ഥാനമുണ്ട്, ഉസ്താദിനൊരു സ്ഥാനമുണ്ട്. എല്ലാവർക്കും അള്ളാഹ് കൊടുത്ത ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം വിട്ടു. ഇപ്പൊ എന്റെ പേര് സിറാജ്, എന്റെ മോൻ സിറാജുദ്ദീൻ വാപ്പാന്ന് വിളിക്കണോ അതോ വാപ്പാന്ന് വിളിക്കണം? എന്താ വിളിക്കണ്ടേ? അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കോ, ഉസ്താദെ ഫാത്തിമ ബീവി അലിയാര് തങ്ങളെ അലി എന്നല്ലേ വിളിച്ചേ? അപ്പൊ പേര് വിളിച്ചില്ലേ? നിങ്ങൾ മസലയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. കാഞ്ഞ ബുദ്ധി എല്ലാത്തിനും. അവനവന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം, പേരല്ല. ഇപ്പൊ തന്നെ നിങ്ങൾ ചിന്തിക്കും, കുട്ടികളൊക്കെ വിളിക്കുന്ന എന്താ? ഞാന് ഈ തട്ടുകടയിൽ കയറുമ്പോൾ അത് കഴിഞ്ഞ് പോകുമ്പോ സാധാരണ ഭക്ഷണം കഴിക്കാൻ പോയി ഇരിക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ വന്നിട്ട് ഫോട്ടോ എടുക്കുക. തിന്നുന്ന ഫോട്ടോ എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് തിന്നാൻ പറ്റുമോ? അല്ലെങ്കിൽ എല്ലാം കൂടെ വന്ന് തിന്നെന്ന് പറഞ്ഞിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുക. അത് കാരണം വയത് കഴിഞ്ഞ് പോകുമ്പോൾ ഏതെങ്കിലും കടയിൽ കയറി തിന്നും. അപ്പൊ ഇങ്ങനെ ഞാൻ കടയിൽ കയറിയപ്പോ ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ബ്രോ എന്ത് വേണോ? ഇന്ന് ബ്രോ എന്നാ വിളിക്കണത് കുട്ടികൾ. ഉസ്താദന്മാരെ വരെ ബ്രോ എന്ന് വിളിക്കണ കാലമാണ്. ഈ കുട്ടികളൊക്കെ ഗെയ്സ് എന്നാ പരസ്പരം വിളിക്കാം. എന്താ അവസ്ഥ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. യൂട്യൂബിലൊരു വീഡിയോ ഉണ്ട്. ഒരു ചെറിയ കുട്ടി റൂമിനകത്ത് നിന്നിട്ട് ഗെയ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക, ലൈവ്. അപ്പോഴാണ് അമ്മ വന്നിട്ട് വാതിലി മുട്ടുന്നു. അപ്പൊ ഇവൻ പറയാ, പണ്ടാരം തള്ള വന്ന് വിളിക്കുന്നെന്ന്. സ്വന്തം അമ്മയെ പറഞ്ഞതാ. ഇന്നത്തെ കുട്ടികൾ അങ്ങനെ ആയിപ്പോയി. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. പെങ്ങളെ ഭർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്ക്. അതിന് നീ ഭർത്താവണ്ടേ? എടാ, അവനവനം ഇരിക്കേണ്ട സ്ഥലത്ത് അവനവൻ ഇരിക്കണമല്ലോ. നീ ഇരിക്കേണ്ട സ്ഥലത്ത് നീ ഇരിക്കുന്നില്ല, അതുകൊണ്ട് നിന്റെ ഭാര്യ നിന്നെ ബഹുമാനിക്കുന്നില്ല. ഇപ്പത്തെ അവസ്ഥ നോക്കിക്ക്. കുടുംബ സംഗമങ്ങൾ നടക്കുന്ന കാലമാണ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇല്ലേ? നല്ല കാര്യമല്ലേ കുടുംബ സംഗമം? കുടുംബ സംഗമം എന്ന് പറഞ്ഞാൽ പണ്ട് പ്രായമുള്ള ഒരാളെ കണ്ട കുട്ടികൾ മുണ്ടഴിച്ചിടും, വീടി വലിക്കുന്നവൻ ഒളിഞ്ഞു നിൽക്കും. ചില ആൾക്കാർ വന്നാൽ എഴുന്നേറ്റ് നിൽക്കും. കാരണവന്മാരെന്ന് പറയുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. അവർക്ക് ആദരവുണ്ട്. കുടുംബത്തിലെ പ്രായമുള്ള ഉപ്പ, ഉമ്മ, ഉപ്പുപ്പ, ഉമ്മുമ്മ, ഇങ്ങനെയുള്ള പ്രായമുള്ളവരെ ഈ കുട്ടികളൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമായിരുന്നു പണ്ട്. ഇപ്പൊ നോക്കിക്കേ, വല്ല വിലയുണ്ടോ ഇതിനൊക്കെ? ഇവിടെ കുടുംബ സംഗമം നടത്തുന്നത് നല്ലതാ. എന്തിനാ സംഗമം നടത്തുന്നത്? ഉസ്താദെ, ഈ കൊച്ചു കുട്ടികൾക്കൊന്നും കുടുംബക്കാരെ അറിയത്തില്ല, അതിനു വേണ്ടിയാണ് സംഗമം. നല്ല കാര്യം തന്നെ, നല്ല കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ വിമർശിക്കുന്നില്ല. പക്ഷെ കുടുംബ സംഗമം എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു സ്റ്റേജൊക്കെ കെട്ടി ഓഡിറ്റോറിയം ഒക്കെ റെഡിയാക്കി ഈ സംഗമത്തില് ഈ പ്രായമുള്ള വാപ്പാനെയും ഉമ്മാനെയും സ്റ്റേജിലൊക്കെ കെട്ടിയിട്ട് ആദരിക്കാറുണ്ട്. നല്ല കാര്യമാണ്.
ഇവരെയൊക്കെ ആദരിക്കും, ബഹുമാനിക്കും, അതൊക്കെ പുണ്യമുള്ള കാര്യം തന്നെ. ഈ ആദരവെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വൈകുന്നേരം ഒരു പരിപാടിയുണ്ട്. ഇവരെ അങ്ങോട്ട് താഴെ ഇറക്കി ഇരുത്തും. എന്നിട്ട് നല്ല സിനിമാ പാട്ട് വിട്ടിട്ട് പെണ്ണുങ്ങളുടെ ഒപ്പന. എവിടെ? ഈ ഉപ്പാപ്പാടെ മുമ്പില്, ഈ കാരണവന്റെ മുമ്പിൽ കയറിയിട്ട് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ കൊച്ചുമക്കൾ ആണുങ്ങളും പെണ്ണുങ്ങളും സിനിമാ പാട്ടിട്ടിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ഉപ്പാപ്പാടെ മുമ്പിൽ നിന്ന് ഉടുതുണി വിരിഞ്ഞിട്ട് ആടുന്നത്. ആ മനുഷ്യനെ വിളിച്ചിരുത്തിയിട്ട് അപമാനിക്കുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.